എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ VS യാത്രയായി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൂടുതൽ നാൾ അദ്ദേഹം ജീവിച്ച അനന്തപുരിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. നാളെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മുൻകാലങ്ങളിലെ പാർട്ടി പ്രവർത്തകർ അന്ത്യനിദ്ര കൊള്ളുന്ന ആ ഭാഗത്ത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെയും അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുക. മരണം വരെയും പോരാടിയൊരു മഹാവ്യക്തിയാണ് VS. അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ അതിൽ പലരും മറുകണ്ഠം ചാടി VSൻ്റെ പ്രവർത്തനങ്ങളെ അതിനിശിതമായി വിമർശിച്ചവരുടെ സൈഡിലേക്ക് മാറിപ്പോയി. അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവസാനം അവർ അവിടെ ഒന്നുമില്ലാതെ വഴിയാതനമായ കാര്യങ്ങൾ ഓരോ കേരളീയനും അറിയാം എന്നുള്ളതാണ്. ഒരു തുറന്ന പോരാട്ടമായിരുന്നു VSൻ്റെ മരണം വരെയുള്ള ആ കാലഘട്ടങ്ങൾ. അദ്ദേഹം എപ്പോഴും മനുഷ്യഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ട് തന്നെയിരിക്കും. അദ്ദേഹം ശരിക്ക് വേണ്ടിയും നല്ലതിനു വേണ്ടിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. തെറ്റിനെ തെറ്റായി തന്നെ അദ്ദേഹം കാണുമായിരുന്നു. ഒപ്പം ശരിയെ ശരിയായി. ആരുടെ മുന്നിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു പ്രകൃതം. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു നേതാവായിരുന്നെങ്കിൽ ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തെ എതിർത്തവരാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതായിരുന്നു VSനോടൊപ്പം നിന്നവർ VSനോട് കാണിച്ച ചതിയും വഞ്ചനയും. ഇന്ന് ഈ മോക്ഷം കിട്ടാത്ത ആത്മാക്കളെ പോലെ അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ. ഒരു നേതാവിനെ എവിടെയെങ്കിലും ഒരു എതിരാളികളുണ്ടെങ്കിൽ ആ എതിരാളികളുടെ വശം നിൽക്കാൻ ചാടിപ്പോകുന്ന കുറച്ച് നേതാക്കന്മാർ VSൻ്റെ വിശ്വസ്തരായി ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നാളുകളിൽ അവരാരും ഉണ്ടായില്ല. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇനി ഒരു VS യുഗം ഉണ്ടാകില്ല. അത് കഴിഞ്ഞു. അത് VS യുഗമല്ല, ഒരു CPMൻ്റെ യുഗമാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ആ യുഗത്തിന്, ഒരു CPM യുഗത്തിന് ശക്തിയും ആർജവും പകർന്നെന്ന് പറയാനുള്ള ഒരു നേതാക്കന്മാരും ഇപ്പോഴില്ല. എല്ലാവർക്കും അറിയപ്പെടുന്നൊരു സത്യമാണ്.
ഓർക്കാൻ, ഓർമ്മിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. VS കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓർത്തുകൊണ്ടേയിരിക്കാം. ഒരിക്കലും ഇനി അങ്ങനെയുള്ളൊരു നേതാവ് നമുക്കുണ്ടാകില്ല, ഒരിക്കലും പ്രതീക്ഷിക്കും വേണ്ട. ആ ഒരു ഗണത്തിൽപ്പെട്ടവർ എല്ലാവരും ഇന്ന് വിട പറഞ്ഞു കഴിഞ്ഞു. ഒരു അനാഥമായ ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏത് വ്യക്തികൾ ആ പേരും പറഞ്ഞ്, ആ പാർട്ടിയുടെ പേര് പറഞ്ഞ്, അത് അവരുടെ സ്വന്തം കാര്യ സാധ്യത്തിന് വേണ്ടി മാത്രം ആ ഒരു ബാനറും ആ ഒരു പേരും ഉപയോഗിക്കുന്നു. അതാണിപ്പോൾ കണ്ടുവരുന്നത്. ഇനി എത്ര നാൾ വരെ ആ പാർട്ടിയുടെ പേർ കേരളത്തിലുണ്ടാകുമെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ അത് നാമാവിശേഷമാകുന്ന നാളുകൾ അത്ര വിദൂരമല്ല. അതിൻ്റെ പല അടയാളങ്ങളും കണ്ടു കഴിഞ്ഞു. പാർട്ടിയെ മറ്റുള്ളവരുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിച്ചു. ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ട് മാത്രം പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെ മനസ്സിലും ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്മരിക്കാം. ഇനിയൊരു VS നമുക്കുണ്ടാവില്ല. ലാൽ സലാം. കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.